വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി സ്നാക്കായിട്ടാണ്. ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. റമദാൻ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. വെറും കോഴിമുട്ട മാത്രം മതി നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ 4 പുഴുങ്ങിയ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഹാർഡ് ബോയിൽ ആയിട്ടുള്ള മുട്ടയാണ്. ആ മുട്ട ഇതുപോലെ നടു കീറിയിട്ടെടുക്കുക. മുട്ടയുടെ മഞ്ഞ കരു മാറ്റി വയ്ക്കുക. ഈ ഒരു വെള്ളക്കരു മാത്രം വേറെ വെക്കുക. ഒരു കോഴിമുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ എരിവും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മുളക് പൊടിയാണ് എരിവിനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കുക. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ പുഴുങ്ങിയ മുട്ടയുടെ പീസില്ലേ, അത് ഒന്ന് മൈദപ്പൊടിയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്യുന്നത് ഈ ഒരു മുട്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ടുള്ള സ്റ്റെപ്പാണ്, അത് ചെയ്യണം. മൈദയിൽ കോട്ട് ചെയ്തിട്ടുള്ള ആ മുട്ടയുടെ വെള്ള ഒന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ്ചറിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക. എല്ലാ ഭാഗത്തും ഈവണായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് വയ്ക്കുക. ഞാൻ ഇതേ മെത്തേഡിൽ തന്നെ 4 കോഴിമുട്ട ഹാഫ് ആക്കിയത്, അതായത് 8 പീസ് കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം മൈദയിൽ കോട്ട് ചെയ്യുക, പിന്നെ മുട്ടൻ്റെ മിക്സ്ചറിൽ മുക്കിയെടുക്കുക, അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ചൂടായ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. വെളിച്ചെണ്ണയല്ല, ഞാൻ ഓയിലാണ് ഫ്രൈ ആക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, കാരണം ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. ഓൾറെഡി നമ്മൾ പുഴുങ്ങിയ മുട്ടയാണല്ലോ. ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയം വരെ മാത്രം കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വയ്ക്കുക. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള 4 മുട്ടയുടെ ഹാഫും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനിയാണ് നമുക്കിതിൻ്റെ ഫില്ലിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ബേസ് ആയിട്ടുള്ളൂ. ഫില്ലിങ്ങിനായിട്ട് നമ്മൾ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഉണ്ടായില്ലേ, ആ മഞ്ഞക്കരു നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കെച്ചപ്പ് ഹോട്ടായിട്ടുള്ള കെച്ചപ്പാണ്, അതായത് അതിൽ എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇതിൽ എരിവൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ 2 സ്പൂൺ മയണൈസും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ ഇതിൽ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലാക്കുന്നുണ്ട്. നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പൈപ്പിംഗ് ബാഗാണ്. ഈ പൈപ്പിംഗ് ബാഗിലാക്കി കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ്ചർ നമ്മുടെ മുട്ടയുടെ ആ ഒരു കുഴിയില്ലേ, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കുഴിയിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയതിനെ കൊണ്ട് ഒരു മെസ്സി ആയിട്ടുള്ള വർക്കൊന്നുമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇതുപോലെ തൂവി കൊടുക്കുക. കുറച്ച് മല്ലിയില വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. സിമ്പിളാണ്, സംഭവം റെഡിയാണ്. ഇനി നിങ്ങളെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഒരു സാധാ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിൻ്റെ കോർണർ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.